പരിസ്ഥിതി ദിനത്തിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പുതിയ ഗവർണറും സർക്കാരുമായി ഉടക്കിലേക്ക്. ഇന്നലെ രാജ്ഭവനെ വെട്ടി കൃഷിവകുപ്പ് പരിസ്ഥിതി ദിനാചരണം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ ഭാരതാംബയെ ഇനി കൈവിടാനാകില്ലെന്ന നിലപാടിലാണ് ഗവർണർ ആർ ലേക്കർ. ഇനി രാജ്ഭവനിലെ എല്ലാ പരിപാടികളും ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇടതുപക്ഷം UDFും എതിർക്കുമ്പോൾ ഗവർണർക്ക് പിന്തുണയുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. ഗവർണറുമായി ആശയപരമായ യുദ്ധത്തിനൊരുങ്ങുകയാണ് സർക്കാരും. ഗവർണർ RSSന്റെ ഭാരതാംബ ചിത്രവുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ തീരുമാനിക്കുന്ന പരിപാടികൾ രാജ്ഭവനിൽ വെക്കേണ്ടതില്ല എന്ന തീരുമാനം സർക്കാരും എടുത്തേക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി നടത്തിയ നേർക്കുനേർ പോരാട്ടങ്ങൾ വലിയ ചർച്ചയായി മാറിയ സാഹചര്യത്തിൽ പുതിയ ഗവർണറുമായി പരസ്യമായ പോരാട്ടത്തിലേക്ക് പോകാതെ പകരം പരിപാടികളിൽ മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാജ്ഭവനിൽ നടക്കേണ്ടിയിരുന്ന പരിസ്ഥിതി ദിന പരിപാടി മാറ്റിവെച്ചിരുന്നു. RSS മുൻപോട്ട് വച്ച ഭാരതാംബയുടെ ചിത്രത്തിൽ വിളക്ക് വെച്ച് പൂജിച്ചുകൊണ്ട് തുടങ്ങണമെന്ന രാജ്ഭവന്റെ നിർദ്ദേശം കൃഷിവകുപ്പ് തള്ളുകയും പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുകയുമായിരുന്നു. രാജ്ഭവനെ RSS വൽക്കരിക്കാനുള്ള ശ്രമമെന്ന് പറഞ്ഞ് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPI നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ CPMൽ നിന്നും കാര്യമായ എതിർപ്പുകൾ വന്നതുമില്ല. അതേസമയം പുതിയ ഗവർണറോട് എടുക്കുന്ന നിലപാടിൻ്റെ കാര്യത്തിൽ CPMന് വ്യത്യസ്ത നിലപാടാണ് ഉള്ളതായിട്ട് സൂചനകൾ. ഇതിനു മുൻപ് രാജ്ഭവനിൽ RSS വൽക്കരിക്കുന്നു എന്ന ആക്ഷേപം പുറത്തു വന്നപ്പോഴും CPIMോ മുഖ്യമന്ത്രിയോ കാര്യമായി വിമർശനം ഉന്നയിച്ചിരുന്നില്ല. പുതിയ വിഷയത്തിലും മുഖ്യമന്ത്രി പരസ്യമായ ഒരു വിമർശനവുമായി രംഗത്ത് വന്നിട്ടില്ല. എന്നിരുന്നാലും കൃഷിവകുപ്പ് പരിപാടി രാജ്ഭവനിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു എന്നാണ് വിവരം. ഒഴിവാക്കാനാകാത്ത പരിപാടികൾ ഒഴിച്ചാൽ ഒരു സർക്കാർ പരിപാടികളും രാജ്ഭവനിൽ വേണ്ടതില്ലെന്ന തീരുമാനം. ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാവുകയാണ് ഈ സംഭവം. അതേസമയം ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ തിരിതെളിയിക്കുന്ന പഴയ ചിത്രം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിനോടനുബന്ധിച്ച് പറവൂർ മനക്കപ്പടി സ്കൂളിൽ വെച്ച് മതഭീകരവാദത്തെക്കുറിച്ച് നടന്ന സെമിനാർ സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ചിത്രം. ഗോൾവൽക്കറുടെ ഫോട്ടോയും ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം വെച്ചിരുന്നു സംഘാടകർ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് മന്ത്രി സജി ചെറിയാൻ 2022 രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് സതീശന്റെ RSS വിരുദ്ധ പരാമർശത്തെ തുടർന്നാണ് RSS തന്നെ ഈ ചിത്രം പുറത്തുവിട്ടത്. RSS പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത സതീശന് ഗോൾവൽക്കറിനെ വിമർശിക്കാൻ എന്തവകാശമെന്നും RSS ചോദിച്ചു. പ്രസാദിന്റെയും സർക്കാരിന്റെയും നിലപാടുകളെ ശ്ലാഘിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താനും വിളക്ക് കൊളുത്താനും ഇവിടെ ആളുകൾ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രോളുന്നത്. നിയമസഭയിലടക്കം ഭരണപക്ഷം ഈ വിഷയം മുൻപ് ഉയർത്തിയത് സതീശനെ വെട്ടിലാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് പുതിയ വിവാദത്തിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങൾ സതീശൻ RSS പരിപാടിയിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കുന്ന ചിത്രം കൂടി പ്രചരിക്കുന്നത്. അതേസമയം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആവശ്യപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ബഹിഷ്കരണത്തിലൂടെ ഭാരതാംബയെ RSSന് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തതെന്ന് സുരേഷ് ഗോപി ചോദിച്ചു. രാജ്ഭവനിലെ പരിസ്ഥിതി പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി വിട്ടുനിന്ന സംഭവം ഓരോരുത്തരുടെ മനസ്ഥിതിയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. BJP നിലമ്പൂരിൽ പ്രചാരണത്തിൽ പിറകിലല്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ, തുടക്കത്തിലല്ലല്ലോ കൊട്ടിക്കലാശമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പിൽ BJPയുടെ നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതല്ല പ്രധാനം, നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കേണ്ട തിരഞ്ഞെടുപ്പാണിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു.